shot. Extravagance at the end. इंडिया बढ़ेगा इंग्लैंड से 1 जुलाई से धुलाई का मजा अब सिर्फ सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। മിസ്റ്റർ ജി ത്രിലോ. യെസ് സർ. നിങ്ങൾ പിൻവശത്തോട് ചെല്ലും. ഓക്കെ സർ. ജീവനോടല്ലേ? ആ സാർ, ബോധം കെടുത്താനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് സാർ. ബോധം വന്നാൽ ഉടനെ കിഡ്നാപ്പേഴ്സിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം. യെസ് സാർ. അതുപോലെ കോൾ റെക്കോർഡ്സും പരിശോധിക്കണം. ഓക്കെ സാർ.
ഹോട്ടലിയറുമായ ധർമ്മേന്ദ്ര അരോറയെ 3 ദിവസം മുൻപ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തെ ഡൽഹി പോലീസ് രക്ഷിച്ചിരിക്കുന്നു. ഈ ദൗത്യം വിജയമാക്കിയത് DCP സമർ കൗശികും അദ്ദേഹത്തിന്റെ സംഘവുമാണ്. ഡൽഹി പോലീസിന്റെ അഭിമാനമായ ഇദ്ദേഹം കിഡ്നാപ്പിംഗ് പിന്നെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. എങ്കിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, കിഡ്നാപ്പേഴ്സിനെ ഡൽഹി പോലീസിന് ഇതുവരെയും പിടികൂടാൻ പറ്റിയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. തൽക്കാലം ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു. ഞാൻ ശിവാനി ഭട്നാഗർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ന്യൂസ്. എക്സലന്റ്. മിസ്സസ് ശിവാനി, ഡൽഹി പോലീസിനോട് എന്തെങ്കിലും പ്രത്യേക ശത്രുത ഉണ്ടോ നിനക്ക്? അതിന് ഞാനെന്താ പറഞ്ഞത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും ഡൽഹിയിലെ പബ്ലിക് വളരെ ഹാപ്പിയാ. അറോറ മോചിതനായി, പിന്നെ സമത് കൗശിക് ആണെങ്കിൽ ഹീറോ ആകുകയും ചെയ്തു. റിയലി? വാട്ട് യു സേ? നിങ്ങളുടെ ഈ ഹീറോയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുത്താലോ? വൈ നോട്ട്? അല്ലെങ്കിലും ഞാനത് പറയാനിരിക്കായിരുന്നു. ഡൽഹി പോലീസ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. അതിൽ മിക്കവാറും അറോറയെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ ചെന്നാൽ നീ പറഞ്ഞ പോലെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ ന്യൂസ് റൂമിൽ പറഞ്ഞ പോലെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നീ ചോദിച്ചേക്കരുത്. മാം, നിങ്ങൾക്കൊരു കോൾ ഉണ്ട് മാം. തന്നോട് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റിൻ കഴിഞ്ഞിട്ട് മതിയെന്ന്? ഹിസ് ഓക്കെ അരവിന്ദ്, വിട്ടേക്ക്. സർ, നോർമൽ ഫോൺ കോൾ ആണെങ്കിൽ പറയില്ലായിരുന്നു. ബട്ട് ഇതാരോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സർ. ഇങ്ങ് തന്നെ സ്പീക്കറിലിടാം. ഹലോ. എന്റെ അഭിപ്രായത്തിൽ താനൊരു പൊട്ടും കൂടി വെച്ച കൂടുതൽ സുന്ദരിയായിരിക്കും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് കേട്ടോ. നിങ്ങളാരാ? ഹലോ ഹലോ. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. സോ വിയർഡ്. നോക്കാം. നെക്സ്റ്റ്. നമസ്കാരം. 3 മാസം മുൻപ് അലഹബാദിൽ വെച്ച് കസ്റ്റം ഓഫീസർ സന്ദീപ് ഗർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ CBI ഇതൊരു റെഗുലർ മർഡർ എന്ന ഗണത്തിൽപ്പെടുത്തി കേസ് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ കൊലപാതകം നടന്ന രീതിയും സമയവുമെല്ലാം പൊതുസമൂഹത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. യെസ്. Hitesh Agarwal from CBI. ചേച്ചി. എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായോ? ഭീഷണിയോ അൺയൂഷ്വൽ കോൾ സംതിങ്? ഇല്ല. ജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഭയങ്കര ബിസിയായിരുന്നു. മുംബൈയിൽ നിന്ന് ട്രാൻസ്ഫർ ആയ ശേഷം കുറച്ച് അപ്സെറ്റ് ആയിരുന്നു എന്നുള്ളത് ശരിയാ. മുംബൈയിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറയായിരുന്നു. എന്തായിരുന്നു അത്? അതിനെക്കുറിച്ച് എന്നോടൊന്നും സൂചിപ്പിച്ചിരുന്നില്ല. പക്ഷെ എപ്പോഴും ഫോണിൽ മുംബൈയിലെ ആരോടൊക്കെയോ സംസാരിക്കായിരുന്നു. എന്നോട് എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അലഹാബാദിലെത്തിയിട്ടും മുംബൈ അങ്ങേരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കോളനിയുടെ ഗേറ്റിന് മുമ്പിൽ വെച്ച് ഇതെൻ്റെ ഫോൺ നമ്പറാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മ വന്നാൽ പ്ലീസ് എന്നെ വിളിക്കാൻ മറക്കരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങളുടെ മുംബൈയിലെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? Everything okay? Yeah, I'm good. I mean, with that phone call and everything, you look very hassled. സ്ത്രീകളോട് ഇത്തരം ഭീഷണിയൊക്കെ പതിവല്ലേ. ഡോണ്ട് വറി, ഐ ആം ഫൈൻ. Be careful. അഥവാ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചേക്കരുത്. I mean, call me. ആയിക്കോട്ടെ.
ചേച്ചി ചേച്ചിക്ക് ബെല്ലടിക്കായിരുന്നില്ലേ? 2 പ്രാവശ്യം ഞാൻ ബെല്ലടിച്ചത്. ഇങ്ങനെ പോയാൽ ആരെങ്കിലും അകത്ത് കയറി വല്ലതും മോഷ്ടിച്ചു പോയാൽ പോലും നീ അറിയില്ല. ബാഗ് ഇതാ. നല്ല ഉത്തരവാദിത്തം. വോളിയം കുറയ്ക്ക്. ഹലോ ഹലോ ഹലോ. ചേച്ചി ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആരോ ലൈൻ അടിക്കാന്നാ. ഒന്നെങ്കിലും മിണ്ടാതിരിക്ക്, അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെക്ക്. എന്നെ കയറി വെറുതെ ഇങ്ങനെ ഭരിക്കാൻ നിൽക്കരുത്. ചേച്ചി വെള്ളം വേറെന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ പോട്ടെ. ഹലോ ഹലോ ഹലോ. പേടിപ്പിക്കാൻ നോക്കാണ്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടെങ്കിൽ പേര് പറയടാ. ചേച്ചി ഞാനിന്നിവിടെ നിൽക്കട്ടെ? വേണ്ട, പൊയ്ക്കോ. We are very happy to see Dharmendra Arora with us. Thanks to my brilliant team, especially Mr. Samant Koshe, DCP West Delhi. ഇദ്ദേഹത്തിന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് മാത്രമാണ് മിസ്റ്റർ അറോറയെ 48 മണിക്കൂറിനകം ഫ്രീ ആക്കാൻ കഴിഞ്ഞത്. സർ പക്ഷെ കിഡ്നാപ്പ് ചെയ്തവർ രക്ഷപ്പെട്ടില്ല സർ. പക്ഷേ സർ സമത് സർ അവരെ പോലീസിന് എന്തുകൊണ്ടാണ് പിടിക്കാൻ കഴിയാതെ പോയത്? ഐ ആം വെരി ഷുവർ സമതും അദ്ദേഹത്തിന്റെ ടീമും ഒട്ടും വൈകാതെ അവനെ പിടിച്ചു. സർ നമ്മൾ ഈ പ്രസ്സുകാരെ എങ്ങനെ പുറത്താക്കും? സാർ സാറിൻ്റെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് അവർ ചോദിക്കുന്നു. ആര്? ശിവാനി പട്നാകർ സാർ. സോ ലക്കി സാർ. റെഡി, പോകാം. ശിവാനി പത്നാകർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ നിങ്ങൾ പല പ്രാവശ്യം ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ നല്ലപോലെ അറിയാം. താങ്ക് യു. സാറിന് 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എൻ എക്സ്ക്ലൂസീവ് ബൈറ്റ്. നിങ്ങളുടെ ലോകത്ത് എല്ലാം തന്നെ എക്സ്ക്ലൂസീവ് ആണല്ലോ. സാറിന് അറിയാം. റെഡി? റെഡി. റോളിംഗ്. റോളിംഗ്. സാർ പറഞ്ഞോളൂ. സാർ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്ക്ലൂസീവ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അത് ശരി. മിശ്രാജി, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നറിയില്ല. നിങ്ങൾക്ക് എന്തോ തിരക്കുണ്ടെന്നോ ഇപ്പൊ പോണമെന്ന് തോന്നുന്നു. എനിക്കെന്താ ഹായ്. ഹലോ. പോലീസുകാരെ ലിഫ്റ്റ് സ്വീകരിക്കുന്നതിൽ താങ്കൾക്ക് വിരോധമില്ലെന്ന് തോന്നുന്നു. നോ താങ്ക്സ്. എന്റെ കൊലീഗ് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ജോലി കഴിയുന്നത്? അല്ല. ഇവരെ കയറിക്കോ. പോലീസുകാരെ കള്ളം പറയാൻ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നല്ലോ. താങ്ക് യു. സാർ വീട്ടിൽ കൊണ്ടാക്കണോ സാർ? Can I ask you something? പിന്നെന്താ ചോദിച്ചു? I don't know ഞാനിത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന്, ബട്ട് ഐ ജസ്റ്റ് തോട്ട് സാറിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന്. പ്ലീസ് പ്ലീസ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് അനോണിമസ് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു. ഭീഷണിയൊന്നുമല്ല, പക്ഷേ സ്ട്രേഞ്ചാണ്. ചിലപ്പോൾ ഓഫീസിലേക്കാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക്. ഇന്നലെ വിളിച്ച് പറഞ്ഞത് ഞാൻ പൊട്ടു തൊട്ടാൽ കൂടുതൽ സുന്ദരിയാകുമെന്ന്. എനിക്കത്
അന്വേഷിക്കട്ടെ. Yeah, sure, I'll write it out for you. അത് വേണമെന്നില്ല, പറഞ്ഞാൽ മതി. പോലീസിലെ Yeah, 2267 2267 456. 456 2267 Yeah. 456 പിന്നെ അടുത്തത് 2238 975. 975. റൈറ്റ്. കണ്ടില്ലേ, സേവ് ആയി കഴിഞ്ഞു. ഞാൻ cheat ചെയ്തിട്ടില്ല. No, വിഷ്ണു. പാലോട്ടിക്കട്ടെ. ഇവരോട് പറ, ഞാൻ എപ്പോഴെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ സാർ, ഒരിക്കലും എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, പാല് കുടിച്ചേ. ഇല്ല, അച്ഛൻ കുടിക്ക്. ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പിടിച്ചേ, പെട്ടെന്ന് കുടിക്കണേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. മിസ്റ്റർ ജി, ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, ആ കിഡ്നാപ്പേഴ്സിന്റെ ഫോൺ കോൾ റെക്കോർഡ്സ് ഈവനിങ് കിട്ടും. ഓ, ഗുഡ് ഗുഡ് ഗുഡ്. എന്തായാലും ഒരു കാര്യം ചെയ്യേ, 2 നമ്പറും കൂടി നോട്ട് ചെയ്യേ. ഓക്കെ സാർ. പറയൂ സാർ. 2267 456 2238 975. 975. ഈ നമ്പറിലെ കഴിഞ്ഞ 2-3 ദിവസത്തെ കോൾ റെക്കോർഡ്സ് കൂടി വേണം. ഇതാരുടെ നമ്പറാ സാർ? അതൊക്കെ പിന്നെ പറയാം, കാര്യം ആദ്യം നടത്തുക. ഓക്കെ, ശരി. സോറി സാർ. വെക്കട്ടെ സാർ. ജയൻ സാർ. ആ, സാർ, ഇത് കിഡ്നാപ്പറിന്റെ സ്കെച്ചസ് ആണ്. ശരി. ഇതെന്താ? ഇതിപ്പോ എന്താ? ഇത് ചീറ്റിംഗ് ആണേ? അല്ലേ, ചീറ്റിംഗ് അല്ലേ? ഇത് ചീറ്റിംഗ് അല്ലെന്നാണ് പറയുന്നത്. ഇതിനെ അങ്ങനെ പറയില്ലല്ലേ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരും. ആരും ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചാൽ ഇത് ഇവളുടെ വീടാണ്. മനു, ആ പാല് കുടിച്ചിട്ട് വേഗം പുറപ്പെടാൻ നോക്ക്. പെട്ടെന്ന് കുടിക്കേ. അമ്മ, എനിക്ക് ഇവിടെ നിന്നാ മതി. വരാനാ പറഞ്ഞത്. ഇതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? അത് ഞാൻ തന്നെ പറയണോ? അല്ലാതെ പിന്നെ ആര് പറയാനാ? നീ അതിന് കിടക്കുന്നു സുസ്മിത. നിങ്ങൾക്ക് മാത്രമേ അത് പാടുള്ളൂന്നുണ്ടോ? നടക്കടി, ഇതെടുക്ക് വേഗം. ഈ സന്ദീപ് ഗർഗിന്റെ ടെലിഫോൺ റെക്കോർഡ്സ് താൻ വാങ്ങിച്ചതാണോ? യെസ് സാർ. ഈ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ താൻ എപ്പോഴാണ് തുടങ്ങിയത്? സാർ, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ബോംബെ ബ്ലാസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ വാർത്തയായിരിക്കും ഇത്. റിലാക്സ് സതീഷ്, റിലാക്സ്. ഈ സെൻസേഷൻ പിരാന്തുണ്ടല്ലോ, അതത്ര നല്ലതല്ല. ഈ കേസിൽ ഇപ്പൊ തീസിസ് ഒന്നും ചെയ്യാനില്ലല്ലോ. സാർ, ഒരു ദിവസം, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഒരു ദിവസം തന്നു മതി. എന്നിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സാർ. താനെപ്പോഴാണ് വന്നത്? സർ, സിഗരറ്റ് കൊളുത്താൻ തുടങ്ങുമ്പോഴാ വന്നത്. താനിരിക്കേ. എല്ലാം ഓക്കെ അല്ലേ സർ? സർ, ഇത് കിഡ്നാപ്പേഴ്സിന്റെ കോൾ റെക്കോർഡ്സ്. പിന്നെ അതിന്റെ താഴെയുള്ള ഫയലിൽ ശിവാനി ഭട്നാഗറിന്റെ കോൾ റെക്കോർഡ്സ്. സാറിന് DGP സാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫോൺ ചെയ്തിരുന്നു അത്രേ. സാർ എടുത്തില്ലെന്നും പറഞ്ഞു. ഇതൊക്കെ അറോറ കേസിന് ശേഷമാണല്ലേ? അടിക്കടൂ. വേണ്ട സർ, താങ്ക് യു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സർ.
ഹലോ ഹലോ ഹലോ, ഹലോ നീ പൊട്ട് തൊട്ടില്ല അല്ലേ? ഹൂസ് ദിസ്? അത് വിട്ടേക്ക്. അടുത്ത ഷോയിൽ നിന്നെ സാരി ഇട്ട് കാണുന്ന എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ലിസൺ, അത് നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് നിന്നെ സാരിയിൽ കാണണം. That's all. ഹലോ ഹലോ ലിസൺ, ഹലോ. താങ്ക് യു ഫോർ കമ്മിങ്. ഐ എം സോറി, ഞാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ കാണാൻ വിളിച്ചതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താനെന്ത് പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു, അത് പറയാം. ഇന്നലെ രാത്രി വീണ്ടും ആ കോൾ വന്നിരുന്നു. അവനെന്താ ഇപ്രാവശ്യം പറഞ്ഞേ? സാരി എടുത്തോണ്ട് ഷോ ചെയ്യാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അത് കൊള്ളാം. ഞാൻ ചോദിക്കുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. ഞാൻ തന്നെ ഇൻട്രോഗേറ്റ് ചെയ്യല്ല. നോ നോ നോ. ബട്ട് ഐ ഹാവ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഷുവർ. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും റീസെൻ്റ് ആയിട്ടോ കുറേ കാലം മുമ്പോ അല്ലെങ്കിൽ അതിനിടയിലോ മറ്റോ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സിഗ്നൽസ് തന്നിട്ടുണ്ടോ? ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഇത്തരം സിഗ്നൽസും കോൾസും ഒക്കെ പലരും ചെയ്യാറുണ്ട്. ബട്ട് ദിസ് സീംസ് ഡിഫറെന്റ്. അത് തന്നെയാണ് ശരിക്കും ഞാനും ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പുതിയൊരു സ്റ്റോറി ചെയ്തു എന്ന് കരുതുന്നു. ആരെങ്കിലും കുറിച്ച്, അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ കുറിച്ച്. Why are you asking me this? കാര്യമുള്ളതല്ലേ? സ്റ്റോറീസ് ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുള്ളതാണ്. അതിൽ പല പേരും ഉൾപ്പെട്ടിട്ടുണ്ടാവും. ബട്ട് അതുപോലെ നിങ്ങൾ അടുത്തെങ്ങാനും നേപ്പാളിൽ പോയിട്ടുണ്ടോ? ഐ മീൻ, നേപ്പാളുമായി എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? നേപ്പാൾ കുട്ടിക്കാലത്ത് അവിടെ കറങ്ങാൻ പോയിട്ടുണ്ട്, പക്ഷേ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. You are scaring me. ഹേയ്, അങ്ങനെയൊന്നുമല്ല. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റൂട്ടീൻ ക്വസ്റ്റ്യൻസ് ആണ്. കാര്യങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. Should I be concerned about this? അതിപ്പോ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞേനെ. പ്ലീസ്. തനിക്ക് വട്ടുണ്ടോ ഹിതേഷ്? താൻ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? സാർ, ഞാൻ തെളിവുകൾ ബേസ് ചെയ്തിട്ടാ പറയുന്നത്. കസ്റ്റംസിന്റെ പേര് ഈ ബ്ലാസ്റ്റിൽ ഒരുപാട് വലിച്ചിഴക്കപ്പെട്ടതാ. ശിക്ഷ കിട്ടേണ്ടവർക്ക് അത് കിട്ടുകയും പക്ഷേ സാർ, സന്ദീപിന്റെ ട്രാൻസ്ഫർ കൃത്യം ഒരാഴ്ച മുമ്പാണ് നടന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അബൌട്ട് ദ ബ്ലാസ്റ്റ് ആൻഡ് ദ അറ്റാക്ക്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. Just tell me, what proof do you have? സാർ, കാർഗന്റെ വീട്ടിലെ കോൾ റെക്കോർഡ്സ് നോക്കൂ. സാർ, ഈ കാണുന്ന നമ്പർ ദുബായിലേതാണ്. ബാക്കിയെല്ലാം ഒരേ കൺട്രി കോഡാണ്. 977. നേപ്പാളോ? കാഠ്മണ്ഡു സാർ, ടു ബി പ്രിസൈസ്. ആരാ നമ്പറാ? ഒരു കാസിനോയുടെ നമ്പറാ സാർ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അണ്ടർവേൾഡിന് ഈ കേസുമായി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. സന്ദീപ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഈ ബ്ലാസ്റ്റിന്റെ കേസാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. തന്റെ കയ്യിലിപ്പോ ഈ ഒരു കടലാസ് അല്ലാതെ വേറെ ഒന്നുമില്ല താൻ. സാർ, എനിക്ക് ഈ കടലാസിനെ തെളിവാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇഫ് യു ക്യാൻ ഗിവ് മീ സം ടൈം ആൻഡ് സം റിസോഴ്സസ്. പക്ഷെ എനിക്ക് താൻ ചോദിച്ച രണ്ട് കാര്യങ്ങൾ തരാൻ നിവർത്തിയില്ല. ഡൽഹിയിലെ സുപ്രസിദ്ധനായ ബിസിനസ്മാനും ഹോട്ടലിയറുമായ അറോറ വില്ലിയ ഈ കേസ് സോൾവ് ചെയ്തെത്തി. ഡൽഹി പോലീസിന് എന്തുകൊണ്ട് അവരെ പിടിക്കാൻ കഴിയാതെ പോയത്? സർ, ഇന്നലെ രാത്രി വീണ്ടും ആ കോൾ വന്നിരുന്നു. I don't know, എനിക്ക് സാർ, ഇത് കിഡ്നാപ്പേഴ്സിനെ ഡൽഹി പോലീസ് എത്രയും എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ സർ, ഈ കേസിനെ ഒരു മിർസ ബേക്കിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബിസിനസ്മാനാ, പോളിറ്റിക്സിലും പിടിപാടുള്ള കക്ഷിയാ. പവർഫുൾ ടീമാ സർ. മിർസ ബേഗ്. ഇയാൾക്ക് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സാർ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഇയാൾ മാത്രമാണ് ഇതിന്റെ ഓണർ. 5-6 വർഷം മുമ്പ് ഏതോ മാർവാടി സൈറ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. പ്രായം 50-55 കാണും. മാരീഡ് ആണോ? സാറ് ശിവാനയുടെ കേസാണോ ചിന്തിക്കുന്നത്? ഹലോ, യെസ് സർ.
ഷോട്ട്സിന് ഇത്ര കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് വേറെ ആരുടെയും പണിയാണ്. ഈ അറോറയ്ക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ? ഹവാല പോലെ എന്തെങ്കിലും? സാർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ റെക്കോർഡ്സിൽ വരണമെന്നില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ കിഡ്നാപ്പേഴ്സിനെ കിട്ടാത്തിടത്തോളം ധർമ്മേന്ദ്ര അറോറയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടായിരുന്നു. സന്ദീപ് ഗർഗോദം പോലെ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്ത കുറവ് കൊണ്ട് സംഭവിച്ചല്ലേ സാർ? സാർ എന്നും രാത്രി മദ്യപിക്കാറുണ്ടെന്ന് അറിഞ്ഞു. അതിന്റെ എഫക്ട് സാറിന്റെ ജോലിയിൽ ഉണ്ടാവാറുണ്ടോ? സാർ അത് മാത്രമല്ല, സാറിന്റെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോ ഡൽഹി പോലീസിന്റെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഡൽഹിയിലെ ആൾക്കാർ സഫർ ചെയ്യണം സാർ. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ കേസ് തന്നെ ഏൽപ്പിച്ചത് വലിയ അബദ്ധമായി പോയെന്ന്. സാർ പറയുന്ന കേട്ടതൊന്നും ഞാൻ അവിടെ ചെന്ന് അറോറയെ വെടിവെച്ച് കൊന്നതാണ്. അപ്പോൾ റിപ്പോർട്ടറോട് ഉടക്കിയത് എന്തിനാ? ആർ യു എ സീനിയർ പോലീസ് ഓഫീസർ അതോ ഒരു ഗുണ്ടയോ? സാർ, അവൻ ചോദിച്ച വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതൊന്നുമല്ല. സാറിന് കാര്യം അറിയത്തുണ്ടോ? സമർ, ഞാൻ ഈ കേസ് രാജനെ ഏൽപ്പിക്കാൻ പോകും. സാർ, ഞാൻ സമർ, താൻ പഴയതുപോലെ തന്റെ ജൂറിസ്ഡിക്ഷന്റെ കാര്യം നോക്കിയാൽ മതി. സാർ, ഇതൊരു നോർമൽ കിഡ്നാപ്പിംഗ് ആൻഡ് മർഡർ കേസ് അല്ല സാർ. അതിനേക്കാളും ഗൗരവമുള്ളതാണ്. രാജനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സാർ. പിന്നെ തന്നെ കൊണ്ട് സാധിക്കൂ? രാജന്റെ കയ്യിൽ മുഴുവൻ ഡീറ്റെയിൽസും ഏൽപ്പിക്കണം. സാർ, എന്തായി സാർ? കേസ് കയ്യിൽ നിന്ന് പോയി, അത്ര തന്നെ. നീ വരുന്നോ അതോ ഞാൻ അകത്തോട്ട് വരണോ? ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ. കുറെ നേരം ആയില്ല തുടങ്ങിയിട്ട്. എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നീ? ഹേ അല്ല, ശീലമില്ലാത്ത കാര്യല്ലേ. അതൊക്കെ ശീലം ആയിക്കോളും. ഹലോ ഹലോ മിസ്റ്റർ ജി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? അങ്ങനെയൊന്നുമില്ല സാർ. എങ്കിലൊന്ന് ഓഫീസിലേക്ക് വരാമോ? എവിഡൻസ് ചെക്ക് ചെയ്യാനുണ്ട്. റെഡി. ഞാൻ ഉടനെ എത്താം സാർ. വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നില്ല സാർ സുഖമായിട്ട്? എനിക്കും കുറച്ച് ഉറക്കം കിട്ടുമായിരുന്നു. ദാ എവിഡൻസ്, അരോര കേസിന്റെ. സാർ, കേസ് ഇപ്പൊ രാജന്റെ കയ്യിലല്ലേ? പോയി പണി നോക്കാൻ പറഞ്ഞ രാജനോട്. അവൻ ഈ കേസ് എന്താണെന്ന് വല്ല ബോധമുണ്ടോ? തന്നോട് ഞാൻ അറോറയുടെ ഡീലിങ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, അതെന്തായി? സർ, കംപ്ലീറ്റ് വിവരം കിട്ടിയിട്ടില്ല. എന്നാൽ ആ മെജസ്റ്റിക് കേസിനുമായി എന്തൊക്കെ ഇടപാടുണ്ടായിട്ടുണ്ട്. അതെനിക്കറിയാമായിരുന്നു. ഇതൊരു സാധാരണ കിഡ്നാപ്പിംഗ് കേസ് അല്ലടോ. ഇതിന് പിന്നിൽ കുറെ കണ്ണികളുണ്ട്. ആ സർ, ചില കണ്ണികള് ഞാനും കാണുന്നുണ്ട്. ഞാനത് പറഞ്ഞ ചിലപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ മിണ്ടായിരിക്കും. സർ, DGP സാർ വിവരം അറിഞ്ഞ എന്റെ കാര്യം കുഴപ്പത്തിലാവും. അതായിരിക്കും തനിക്ക് നല്ലത്. പിടിക്ക്. സാർ, താനൊരു കാര്യം ചെയ്യും. നമുക്ക് രണ്ടുപേർക്കും ഓരോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ശർമ്മയെ ഏൽപ്പിക്കണം. എന്തെങ്കിലും കാര്യമായ അസുഖം തന്നെ ആയിക്കോട്ടെ. സുഖമാകാൻ ഒരു 10-15 ദിവസം എടുക്കുന്നത് പോലെ ജോൺസൺ ആയിക്കോട്ടെ. പിന്നെ വാടോ. എങ്ങോട്ട്? അലഹബാദ്. ഇയാളെ എന്നീ കുടുംബകോടതി കയറ്റുന്ന. എന്താ പ്രശ്നം? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. ഇതുവരെ ശരിയാവാത്തതെന്താ? വോല്യൂം കുറച്ച് നോക്ക്. ഓക്കെ മാം. വേഗം നോക്ക് കേട്ടോ. ശരി. ഹലോ. നീ എത്ര മറന്നാലും ശരി, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അമ്മയെ വിളിക്കാനിരുന്നതായിരുന്നു. നിനക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. നിനക്ക് ഏതായാലും അത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അതെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അമ്മയേക്കാൾ കൂടുതലായിട്ട് വേറെ ആർക്കും അറിയാം.
ആദ്യം വിചാരിച്ചത് നിന്റെ ഓഫീസിന്റെ അഡ്രസ്സിൽ അയക്കാവുന്ന. നീ കൂടുതൽ സമയം അവിടെ ആയിരിക്കില്ലേ? പിന്നെ തോന്നി വീട്ടിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലതെന്ന്. എന്തിനാ വെറുതെ മറ്റുള്ളവരെ കൂടെ അറിയിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. എന്നാ ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ, ഞാൻ വൈകാതെ ഒരു ദിവസം വരാം. സർ, രാവിലെ മുതൽ 17 ഹോട്ടലുകളിൽ കയറി ഇറങ്ങി കഴിഞ്ഞു. ബ്ലാസ്റ്റ് നടന്നത് ബോംബെയിലാണ്. നിങ്ങൾ കണക്ഷൻ തപ്പുന്നത് അലഹബാദിൽ. ശീതൽ എവിടെയാണ്? സാർ അത് നേരെ പോയിട്ട് റൈറ്റ് സൈഡിലായിട്ട് വരും. നേരെ പോയി ലെഫ്റ്റ് തിരിയണം സാർ. നേരെ പോയാൽ മതിയല്ലേ? എന്റെ ഊഹം വെച്ച് ഈ മർഡർ ചെയ്തത് ആരായാലും ശരി, അവർ അലഹബാദിലുള്ളവരല്ല. പക്ഷെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ കുറച്ച് ദിവസം അവർ അലഹബാദിൽ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും അവർ ഇത്തരത്തിലൊരു ഹോട്ടലിൽ താമസിക്കാനാണ് സാധ്യത. നിങ്ങളുടെ ഹോട്ടലിലെ ടൗണിൽ അതെ സാർ. ഈ രണ്ടുപേരും ഈ ഹോട്ടലിൽ താമസിക്കും. അതെ സാർ, ഇവിടെ ഉണ്ടായി. അവരെന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? അതെ സാർ. അതായത് അവർ മുറിയിൽ കിട്ടിയതാ. പ്രതാപ് കേട്ടു. CBI. സർ, ഡൽഹിയിൽ നിന്ന് രണ്ടുപേരും വന്നിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചറിഞ്ഞിട്ട് പോയി. അവരെങ്ങോട്ടാ പോയതെന്ന് പറയും. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രതാപ് കെട്ടെന്നോ മറ്റോ പറയുന്ന കേട്ടു. പ്രതാപ് നീ കിടന്ന് വാങ്ങിയത് ആണെന്ന് തോന്നുന്നു. എത്ര പേര് വരുന്ന സ്ഥലം, ഏതൊക്കെ പുസ്തകം ആരൊക്കെ വാങ്ങി ഇങ്ങനെ ഓർമ്മ വയ്ക്കാനാ? ഇതുപോലെ നിന്റെ തുടർന്ന് നമസ്കാരമുണ്ട്. എന്താ ചേട്ടാ വിശേഷം? എല്ലാം നല്ല വിശേഷം. ഇത് നിങ്ങളുടെ പാർസൽ. ഇതാ. ആഹാ, കൊള്ളാലോ. ഇതെന്താ? ഇതൊരാള് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാ. ഏതാള്? അറിയില്ല. ശരി, ഞാൻ വരട്ടെ. അല്ല ചേട്ടാ, ഒന്ന് നിന്നേ. ഉറപ്പല്ലേ? ആ, ഇതാണ് സാർ. ഇതോ? ആ, വാ. ഇത് അവന്മാര് തന്നെ സാർ. ഇവന്മാരുടെ പിറകെ നമ്മളുള്ള കാര്യം ആരും മണത്തറിഞ്ഞിട്ടുണ്ട്. സാർ, അപ്പോൾ നമ്മുടെ പുറകെ അവന്മാരുണ്ടാവില്ലേ? ഇല്ല. നിങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. തോക്കിന്റെ ആവശ്യമില്ല. ഹിതേഷ് അഗർവാൾ ഫ്രം CBI. ബോംബെ ബ്ലാസ്റ്റ്? ആരും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ കണക്ഷൻ ഉണ്ട്. സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് കസ്റ്റംസ്കാരൻ സന്ദീപിന്റെ മർഡർ നടത്തിയതും നമ്മുടെ അരോറിയെ കിഡ്നാപ്പ് ചെയ്തതും യുവമാരാണെന്നാണ്? ആണെന്നല്ല, ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹിതേഷ് സാർ, താങ്കൾക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ആരായിരിക്കും ഇതിന്റെ പിന്നിലെ? അതിപ്പോൾ ഒരൊറ്റ വ്യക്തി മാത്രമേ സംശയത്തക്കതായുള്ളൂ. മിർസ ബേഗ്. മിർസ ബേഗ്? മിർസ ബേഗ്? കെസിനോക്കാരൻ? അതെ. കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടി വരും. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം അവരെന്നെ കണ്ടാൽ തിരിച്ചറിയും. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോകാം. ഞാൻ ഈ കാര്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഐ തിങ്ക് യു ആർ മാഡ് ഇനഫ് ടു ഡു ദിസ്.
ശിവാനി